മിശിഹായിൽ ഏറ്റവും വാത്സല്യമേറിയ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ ഇന്ന് വിശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. എൻ്റെ പേര് കോര മാർട്ടിൻ എന്നാണ്. എല്ലാവരും മാർട്ടിൻ എന്ന് എന്നെ വിളിക്കും. ഞാൻ കരിസ്മാറ്റിക് കൂട്ടായ്മയിലെ ദുബായിലെ ഒരു പ്രയർ ഗ്രൂപ്പിലെ മുൻനിര പ്രവർത്തകനായിരുന്നു. എൻ്റെ വീട് കുട്ടനാട് വെളിയനാടാണ്. ചങ്ങനാശ്ശേരിക്ക് അടുത്താണ് എൻ്റെ താമസം. ഞാൻ 2018 നവംബർ മാസം അവസാന ഭാഗം ഞാൻ എൻ്റെ ലാസ്റ്റ് പ്രോജക്റ്റും കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ എൻ്റെ ഒരു ആഗ്രഹം, ഒരു 6 മാസക്കാലം വീട്ടിൽ നിന്നതിന് ശേഷം തിരിച്ച് ജോലിക്ക് പ്രവേശിക്കുവാനായിട്ട് ഞാൻ അതിയായി ആഗ്രഹിച്ചു. ആ സമയത്ത് ഏതാണ്ട് ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ ഞാനൊരു ജോലിക്ക് ശ്രമിച്ചു. എനിക്കൊരു നല്ല ജോലി അബുദാബി അഡ്നോക്ക് എന്ന ഓയിൽ കമ്പനിയിൽ മെക്കാനിക്കൽ സൂപ്പർവൈസർ 2018 ഞാൻ എൻ്റെ വീട്ടിലേക്ക് ജോലി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ 4 മാസം കഴിഞ്ഞതിന് ശേഷം എനിക്ക് അബുദാബി അഡ്നോക്ക് കമ്പനിയിൽ മെക്കാനിക്കൽ സൂപ്പർവൈസറായിട്ട് നല്ല സാലറിയിൽ ഡോളേഴ്സ് ബേസിക്കിലാണ് എനിക്ക് ശമ്പളം ജോലി ലഭിക്കുന്നത്. എന്നാൽ ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ജോലിക്ക് പോകുവാനായിട്ട് സാധിച്ചില്ല. ഞാൻ പാസ്പോർട്ട് കൊടുത്ത ഏജൻസി എന്നോട് പറഞ്ഞു, യു ക്യാൻ റീകളക്ട് യുവർ പാസ്പോർട്ട്. ഞാൻ അടുത്ത ദിവസം ഏജൻസിയിൽ ചെന്ന് ഞാൻ എൻ്റെ പാസ്പോർട്ട് തിരിച്ചു വാങ്ങിച്ചു. അതിനുശേഷം വീണ്ടും ഞാൻ ഉടൻ തന്നെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എനിക്ക് അതേ അബുദാബി അഡ്നോക്ക് പ്രോജക്റ്റിൽ തന്നെ എനിക്ക് മെക്കാനിക്കൽ സൂപ്പർവൈസറായിട്ട് ജോലി കിട്ടി, അതും നല്ല പാക്കേജിൽ. എന്നാൽ ഏകദേശം 10 മാസക്കാലം ഏജൻസി എൻ്റെ പാസ്പോർട്ട് വാങ്ങിച്ചു വെച്ചിട്ട് ഇന്ന് ശരിയാകും നാളെ ശരിയാകുമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ 10 മാസത്തിന് ശേഷം അവരെ ഞാൻ വിളിച്ചതിന് ശേഷം ഒരു ദിവസം അവരെന്നോട് പറയുകയാണ്, നിങ്ങളുടെ പാസ്പോർട്ട് നിങ്ങൾക്ക് തിരിച്ചു വാങ്ങാമെന്ന് പറഞ്ഞു. ഞാൻ അടുത്ത ദിവസം ഉടനെ തന്നെ എറണാകുളത്ത് ചെന്ന് അവിടുത്തെ ഓഫീസിൽ ചെന്ന് ഞാൻ എൻ്റെ പാസ്പോർട്ട് തിരിച്ചു വാങ്ങിച്ചു. അപ്പോൾ എനിക്ക് ഏകദേശം 44 വയസ്സായി. അങ്ങനെ ഞാനിങ്ങനെ ജോലിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. നിരവധിയായ ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തു. എൻ്റെ എക്സ്പീരിയൻസും എൻ്റെ കഴിവും എല്ലാം ഉപയോഗിച്ച് ഞാൻ നിരവധിയായ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് എനിക്ക് ഒരു ഇൻ്റർവ്യൂ പോലും പാസ്സാകുവാനായിട്ട് സാധിച്ചില്ല. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് 45 വയസ്സിന് മുകളിൽ എനിക്ക് പ്രായമായി എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്ക് 48 വയസ്സ് പ്രായമുണ്ട്. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ ഒരു സഹോദരിയുണ്ട്, ചേർത്തലയിൽ പട്ടണക്കാടെന്ന സ്ഥലത്ത് താമസിക്കുന്ന എൻ്റെ ചേച്ചി. ആ ചേച്ചി എന്നോട് പറയുന്നു, മോനെ, ഞാൻ കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കുക പതിവാണ്. അവിടെ പോയി പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തു. എനിക്ക് ഒരുപാട് നന്മകളും അനുഗ്രഹങ്ങളുമൊക്കെ ലഭിച്ചിട്ടുണ്ട്. നീ അതുകൊണ്ട് കൃപാസനത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ചേച്ചിയോട് പറഞ്ഞു, ഞാൻ പാറേപ്പള്ളിയിൽ മാതാവിൻ്റെ സന്നിധാനത്തിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ട്, പിന്നെ ഞാൻ എന്തിന് കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കണം? അവിടുത്തെ മാതാവും ഇവിടുത്തെ മാതാവും ഒരേ മാതാവല്ലേ എന്ന് ഞാൻ എൻ്റെ ചേച്ചിയോട് റെസ്പോണ്ട് ചെയ്തു. പ്രിയ സഹോദരങ്ങളെ, എന്നാൽ കഴിഞ്ഞ മാസം 23-ാം തീയതിക്ക് ഒരാഴ്ചയ്ക്ക് മുമ്പായി ഞാൻ എൻ്റെ പേഴ്സണൽ പ്രയർ ശക്തമാക്കി. എൻ്റെ കുടുംബ പ്രാർത്ഥന ഞാൻ കുറച്ചുകൂടി ശക്തമാക്കി മാറ്റി. എന്നാൽ ഒരു ദിവസം ഈ 22-ാം തീയതി എൻ്റെ ചേച്ചി ഇതുപോലെ ദുബായിലായിരുന്നു. ആ ചേച്ചി എന്നെ ഫോണിൽ വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ, നീ കൃപാസനത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കുക, നിൻ്റെ കാല് ആ മണ്ണിലൊന്ന് ചവിട്ടുക എന്ന് പറഞ്ഞു.
ഞാനൊന്നും പ്രത്യേകിച്ച് റെസ്പോണ്ട് ചെയ്യാതെ ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുണ്ട്, ശരി ആയിക്കോട്ടെ. ഉടനെ തന്നെ ഫോൺ കട്ട് ചെയ്തു ചേച്ചി. ഞാൻ കിടന്നിട്ട് പിറ്റേ ദിവസം സൺഡേ ആണ്. എൻ്റെ പാരീഷിൽ മോർണിംഗിൽ മാസിന് പോകുവാനായിട്ട് ഞാൻ ഒരുങ്ങിയാണ് കടന്നത്. എന്നാൽ രാവിലെ ഞാൻ വെളുപ്പിനെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ ആഗ്രഹം ഇങ്ങോട്ട് വരണം എന്ന്, കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കണം, ഉടമ്പടി എടുക്കണമെന്നുള്ള ഉറച്ച തീരുമാനമായിരുന്നു. ഞാൻ എൻ്റെ ബാഗിനകത്ത്, ആ ബാഗ് ഇട്ടിരിപ്പുണ്ട്, നിങ്ങൾക്ക് കാണാം. ഈ ബാഗിനകത്ത് ഞാൻ എൻ്റെ 3 പാസ്പോർട്ട് എടുത്തു വെച്ചു. എൻ്റെ CV സർട്ടിഫിക്കറ്റ്സ് എല്ലാം എടുത്തുകൊണ്ടുവന്നു. ആ എടുത്തുകൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം, എനിക്ക് 20 വർഷത്തോളം എനിക്ക് ഓയിൽ ആൻഡ് ഗ്യാസിൽ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളൊരു വ്യക്തിയാണ്. നിരവധിയായ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്തിട്ടുള്ള വ്യക്തികളാണ്. ഞാൻ ഈ ബാഗിനകത്ത് ഞാൻ ആദ്യം എൻ്റെ ഈ സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ട് ഞാൻ ആ ബാഗ് ഇരിക്കുന്നതിൻ്റെ തൊട്ട് പിന്നിലായിട്ട് ഞാൻ മുട്ടുകുത്തി ഞാൻ ആ ബാഗ് അവിടെ വെച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞത് ഇപ്രകാരമാണ്: എന്തു വേണമെങ്കിലും ചെയ്തു കൊള്ളുക, ഞാനിതെല്ലാം സമർപ്പിച്ചിരിക്കുന്നു. ഞാൻ എന്നിട്ട് കണ്ണുകൾ അടച്ചു. എനിക്കറിയില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ കണ്ണിൽ നിന്ന് ധാരധാരയായി വെള്ളമൊഴുകി. ഞാനതൊന്നും മൈൻഡ് ചെയ്തില്ല. ഏകദേശം 1.5 മണിക്കൂറോളം ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ നേരെ ആ കൗണ്ടറിലേക്ക് പോയി. അവിടെ ചെന്ന് ഞാൻ ഒരു കൂപ്പൺ എടുത്തു, ഒപ്പം ഇവിടുത്തെ കൃപാസനത്തിലെ പത്രവും വാങ്ങിച്ചു. ഞാൻ നേരെ അങ്ങോട്ട് നടന്നു ചെന്നു. ആ സ്റ്റെയറിൻ്റെ അവിടുത്തെ ലാൻഡിങ്ങിൽ പോയി ഞാൻ നിന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫസ്റ്റ് സെക്ഷൻ നടക്കുന്നത്. എൻ്റെ ശ്രദ്ധ മുഴുവൻ എന്തൊക്കെയാണ് അവിടെ പറയുന്നതെന്ന് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. അതിനുശേഷം ഞാൻ മാനസികമായിട്ടൊന്ന് ഒരുങ്ങി. അതിനുശേഷം വീണ്ടും ഞാൻ 2ാമത്തെ സെക്ഷനിൽ കയറി. അതിനുശേഷം ഈ ക്ലാസ്സുകളെല്ലാം കേട്ടു. അവിടെ പറഞ്ഞ വചനങ്ങളൊക്കെ, ഒരുമാതിരി വചനങ്ങളെല്ലാം എൻ്റെ ഹൃദയത്തിൽ കാണാപ്പാടമാണ്. കാരണം കർത്താവ് എൻ്റെ ഹൃദയത്തിൽ അതൊക്കെ പതിപ്പിച്ചിട്ടുണ്ട് ചെറുപ്പം മുതലേ. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇറങ്ങി താഴേക്ക് വന്നു. അതിനുശേഷം മാതാവിൻ്റെ അവിടെ ഗ്രോട്ടോയുടെ അവിടെ വന്നു. അതിനുശേഷം ഇവിടെ നിന്നും വന്ന് ഇവിടുത്തെ ഈ സന്നിധാനത്തിൽ ഇവിടെ പറയുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു. അതിനുശേഷം അവിടെ ആ കൗണ്ടറിൽ ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ മാനേജർ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, ചേട്ടാ കഴിഞ്ഞോ പരിപാടി? എൻ്റെ അടുത്ത് പറഞ്ഞു, വേഗം പൊക്കോളാൻ പറഞ്ഞു. ഞാൻ ഉടനെ തന്നെ അവിടെ നിന്ന് നേരെ എൻ്റെ വീട്ടിൽ പോയി ഇവിടുത്തെ പ്രാർത്ഥനകളൊക്കെ കറക്റ്റായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ സന്ധ്യാപ്രാർത്ഥനയോടുകൂടി എൻ്റെ പ്രാർത്ഥന തുടങ്ങി. അതിനുശേഷം പിറ്റേ ദിവസം വെളുപ്പിനെ 5:30 എഴുന്നേറ്റ് പ്രാർത്ഥന ചെല്ലുവാൻ തുടങ്ങി. അങ്ങനെ തിങ്കളാഴ്ച ദിവസമായപ്പോൾ എൻ്റെ മനസ്സിൽ ആരോ പറയുന്നത് കേട്ടു, അടുത്ത ബുധനാഴ്ചത്തെ പേപ്പർ നീ നോക്കിക്കോണം എന്ന് പറയുന്നു. ഞാൻ ബുധനാഴ്ച ദിവസം രാവിലെ എൻ്റെ ഗേറ്റിന്മേൽ ചെന്നു. ഞാൻ ആ മനോരമ പേപ്പർ എടുത്തു. ഞാൻ ആദ്യം മറിച്ചു നോക്കിയത് തൊഴിൽ വീഥിയാണ്. തൊഴിൽ വീഥിയിൽ ഇപ്രകാരം എനിക്ക് കാണപ്പെട്ടു, റഷ്യ എൻ്റർ എൻജിനീയറിംഗ് വേക്കൻസീസ് എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനത് എൻ്റെ വീട്ടിലോട്ട് ഞാൻ കൊണ്ടുവന്ന് സിറ്റ് ഔട്ടിൽ വെച്ച് ഞാൻ എൻ്റെ മൊബൈലിൽ ക്യാച്ച് ചെയ്തു. അതിനുശേഷം ഞാൻ വേറൊരു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ലോക്കലായിട്ട്. ഞാൻ ആ സൈറ്റിലേക്ക് പോയി. ആ സൈറ്റിൽ പോയി അവിടെ വെച്ച് ഞാനിത് അവരുമായിട്ട് ഓഫീസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അവരെൻ്റെ റെക്കോർഡ്സ് എല്ലാം എഴുതിയെടുത്തു. അതിനുശേഷം അവരെന്നെ പിറ്റേ ദിവസം വിളിച്ചു. എൻ്റെ അടുത്ത് പറഞ്ഞു, 2-ാം തീയതി ഇൻ്റർവ്യൂ ആണ്, യു ഹാവ് ടു കം ഓവർ ദെയർ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ചെന്നു. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഞാൻ ഇൻ്റർവ്യൂവിന് ഇവിടുന്ന് പോകുമ്പോൾ എൻ്റെ കയ്യിൽ ജപമാലയുണ്ട്. ജപമാല വെച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. മുട്ടിപ്പായിട്ട് ഞാൻ മുറുകെ പിടിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. കാരണം എൻ്റെ കഴിവുകളും എൻ്റെ പ്രയത്നങ്ങളും എല്ലാം തകർന്നു പോകുന്ന ഒരു സിറ്റുവേഷനിൽ ഞാൻ എൻ്റെ കർത്താവിൻ്റെ കരം ചേർത്ത് പിടിക്കുകയാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു എന്ന്. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരി, ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്നതിന് ശേഷം അവരെന്നെ വിളിച്ചു.
അവരെന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവരെൻ്റെ അടുത്ത് ചോദിച്ചു, ഏത് പോസ്റ്റിലേക്കാണ് നീ അപ്ലൈ ചെയ്തിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, സീനിയർ പോസ്റ്റ്, ഇന്ന പോസ്റ്റാണെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ നെക്സ്റ്റ് ചോദ്യം ചോദിക്കുന്നത് എൻ്റെ അടുത്ത്, വാട്ട് ഈസ് യുവർ ഏജ് എന്ന് ചോദിച്ചു. എൻ്റെ വയസ്സ് എത്രയായെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, റൈറ്റ് നൗ 48 ഈസ് റണ്ണിങ്. 48 വയസ്സ് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന ഒരു വ്യക്തി ഉടനെ എടുത്ത വായിൽ പറഞ്ഞത്, 47 and 48 ഈസ് ഡസൻറ്റ് മാറ്റർ. അതൊരു വിഷയമല്ലെന്ന് പറഞ്ഞു. 47 വയസ്സ് ഒരു വിഷയമല്ലെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഞാൻ ഈ കാശുരൂപം എൻ്റെ നെഞ്ചോട് ചേർത്ത് ഞാൻ വെച്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ശക്തി തിരിച്ചറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, എന്നിലേക്ക് വലിയൊരു ആവേശത്തിൻ്റെ ഒരു എനർജി കടന്നു വന്നു. ആ മകൻ ചോദിച്ച കാര്യങ്ങളെല്ലാം ഞാൻ തുറന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം എൻ്റെ CV-യുടെ മേളിലുള്ള ആപ്ലിക്കേഷനിൽ എക്സ് എംപ്ലോയി എന്ന് പറഞ്ഞു ഇട്ടിരുന്നു. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, നൗ യു ക്യാൻ ഗോ, നിനക്ക് പോകാം, ഞങ്ങൾ നിന്നെ അറിയിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ സൈറ്റിൽ നിൽക്കുമ്പോൾ എൻ്റെ അടുത്ത് അവിടുന്ന് ഫോൺ വന്നു. ഓഫീസിൽ നിന്ന് 6ഉം 7ഉം ഇൻ്റർവ്യൂ ആണ്, ഫൈനൽ ക്ലയൻറ്റ് ഇൻ്റർവ്യൂ റഷ്യക്കാർ വരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഉടനെ തന്നെ, പ്രിയപ്പെട്ടവരെ, ഞാൻ ആദ്യത്തെ ദിവസം തന്നെ ചൂസ് ചെയ്തെടുത്തു. അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ഏത് ദിവസമാണ് വരാൻ ഉദ്ദേശിക്കുന്നത്, ഫസ്റ്റ് ഡേ ഓർ സെക്കൻഡ് ഡേ? ഞാൻ പറഞ്ഞു, ഫസ്റ്റ് ഡേ ഐ വിൽ ബി ദെയർ. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഞാൻ അവിടെ ചെന്നു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഈ കൃപാസനത്തിൻ്റെ മുന്നിലൂടെയാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. ഞാൻ കൊന്ത പിടിച്ച് പ്രാർത്ഥിച്ചു. പല പ്രാവശ്യം ഞാൻ ഇവിടെ ഫോണിൽ കോണ്ടാക്റ്റ് ചെയ്തു, പക്ഷേ ആരെയും കിട്ടിയില്ല. എങ്കിലും ഞാൻ വിശ്വാസത്തോടു കൂടി മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്തത്. പക്ഷേ ആ ദിവസം 9 മണിക്ക് ഇൻ്റർവ്യൂവിന് കയറിയ ഞാൻ രാത്രിയിൽ 7:30 വരെ ഇരുന്നിട്ടും അവരെൻ്റെ പേര് വിളിക്കുകയോ എൻ്റെ CV എടുക്കുകയോ പോലും ചെയ്തില്ല. പ്രിയപ്പെട്ടവരെ, 7:45 ഒരു റഷ്യക്കാരൻ അതിലേക്കൂടെ നടന്നു വന്നു. എനിക്ക് കുറച്ചൊക്കെ അവരുടെ ലാംഗ്വേജ് അറിയാവുന്നത് കൊണ്ട് എന്നെ പരിചയമുള്ള വേറൊരു വ്യക്തി എന്നോട് പറഞ്ഞു, നീ എന്തുകൊണ്ടാണ് അവനോട് സംസാരിക്കാത്തതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ അവരോട് സംസാരിച്ച് കഴിഞ്ഞാൽ ഏജൻസിക്കാർ എന്തെങ്കിലും പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുമായിരിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു പ്രശ്നവും ഇല്ല, നീ ഡയറക്റ്റ് സംസാരിക്കാൻ പറഞ്ഞു. അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ റഷ്യൻ ലാംഗ്വേജിൽ അഭിവാദ്യം ചെയ്തിട്ട് അദ്ദേഹത്തോട് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു. അദ്ദേഹം എന്നെ ഇങ്ങനെ ഒന്ന് നോക്കിയതിന് ശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞു, കം എന്ന് പറഞ്ഞു. രാത്രി 7:45 ഞാൻ അദ്ദേഹത്തിൻ്റെ പുറകെ പോയി ഓഫീസിൽ ചെന്നു. അവിടെ 3-4 പേര് ഇരിപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇദ്ദേഹം ഈ ഡോർ തള്ളി തുറന്നേച്ചും അവരുടെ മുമ്പിലേക്ക് എന്നെ കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഇവൻ എക്സ് എംപ്ലോയി, ഇവൻ ഇന്ന പൊസിഷനിൽ അവിടെ വർക്ക് ചെയ്തിട്ടുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞു. ഉടനെ തന്നെ അവിടെ അടുത്ത് നിന്ന വ്യക്തി എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അവിടെ പ്രോജക്റ്റിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. അവിടുത്തെ പല പ്രോജക്റ്റിൻ്റെ ഫോട്ടോസും എൻ്റെ യൂണിഫോംസും എല്ലാം ഞാൻ അവനെ കാണിച്ചു. ഉടനെ തന്നെ ഈ റഷ്യക്കാരൻ എന്നോട് പറഞ്ഞു, യു ക്യാൻ ഗോ നൗ, കം ടുമാറോ മോർണിംഗ്. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ CV എല്ലാം ഈ ഏജൻസിയുടെ പക്കൽ ഏൽപ്പിച്ചു, പാസ്പോർട്ടെല്ലാം ഏൽപ്പിച്ചു. 8 മണിയായപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അടുത്തുള്ള ഒരു ലോഡ്ജിൽ മുറിയെടുത്തു. ഞാൻ അവിടെ കടന്നു. എൻ്റെ കൂടെ എന്നേക്കാൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു വ്യക്തി, ലാസ്റ്റ് പ്രോജക്റ്റിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്തൊരു വ്യക്തി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് മുറിയെടുത്തു. ഞാൻ അവിടെ കടന്നു. അപ്പോൾ പുള്ളിക്കാരൻ, ഞാൻ പറഞ്ഞു, അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനൊന്ന് കുളിക്കാൻ പോവുകയാണ്. ഞാൻ കുളിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ പുള്ളിക്കാരൻ കുളിക്കാൻ വേണ്ടിയിട്ട് കയറി. ആ സമയത്ത് ഞാൻ കൃപാസനത്തിലെ പ്രാർത്ഥന ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചു. കാരണം എനിക്കൊരു കാര്യമുണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർ കാണരുത്. അതുകൊണ്ട് അദ്ദേഹം ബാത്റൂമിൽ പോയ സമയത്താണ് ഞാൻ പ്രാർത്ഥിച്ചത്. അതിനുശേഷം അദ്ദേഹം ഇറങ്ങി വരുന്നതിന് മുമ്പേ ഞാൻ കിടന്നു. പിറ്റേ ദിവസം മോർണിംഗിൽ ഞാൻ എഴുന്നേൽക്കാതെ കട്ടിലേക്ക് കടന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചു കർത്താവിൻ്റെ സന്നിധിയിൽ. അതിനുശേഷം 9-9:30 ഞാൻ തിരിച്ച് ഇൻ്റർവ്യൂ ബോർഡിൻ്റെ അവിടെ ചെന്ന് ഏകദേശം ഒരു 10 മണിയായപ്പോൾ അവിടുന്ന് ഒരു മെസ്സേജ് കിട്ടി. ഇന്നലെ കൊടുത്ത ആപ്ലിക്കേഷൻസ് ആരൊക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ അവരുടെ മാത്രമേ എടുക്കാവൂ, പുതിയതായിട്ട് ഒന്നും എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. ഞാൻ ഇന്നലെ സബ്മിറ്റ് ചെയ്തതാണ്.
5 പേരെ മാത്രമേ അവിടെ സബ്മിറ്റ് ചെയ്തിട്ടുള്ളൂ. 4ാമത്തെ നമ്പരായി എൻ്റെ. അങ്ങനെ 3 പേരെ ഇൻ്റർവ്യൂ ചെയ്ത് ആദ്യം പറഞ്ഞു വിട്ടു. 4ാമത് എന്നെ വിളിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ആരോടും പറയരുത്. ഞാൻ പറഞ്ഞു, ഇല്ല. നീ ഈ ഹാളിൻ്റെ ഏറ്റവും പിൻവശത്ത് പോയിരിക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ പോയിരുന്നു. ആരോടും ഒരക്ഷരം മിണ്ടരുത്. നീ ആരോടെങ്കിലും മിണ്ടിയാൽ യു വിൽ ബി ഔട്ട് ഫ്രം ഹിയർ. നീ ഇവിടുന്ന് പുറത്താക്കപ്പെടുന്നു. ഞാൻ പറഞ്ഞില്ല. ഞാൻ പോയി ഏറ്റവും പുറകിൽ പോയിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇടയ്ക്കിടയ്ക്ക് വന്നേച്ച് ഈ എന്നോട് പറഞ്ഞ വ്യക്തി നോക്കുന്നുണ്ടായിരുന്നു. ഒരു 10:30 ആയപ്പോൾ ഇദ്ദേഹം എന്നെ വിളിച്ചു, വരാൻ പറഞ്ഞു. ഞാൻ നേരെ അവിടെ ചെന്നു. അദ്ദേഹം എന്നെ വിളിച്ചുകൊണ്ട് നേരെ മെയിൻ ക്ലയൻറ്റിൻ്റെ അടുക്കലേക്ക് എന്നെ കൊണ്ടുപോയി. അവിടെ ചെന്ന് ആ റൂമിൻ്റെ ഫ്രണ്ടിൽ ഒരു 4-5 പേര് ഇരിപ്പുണ്ട്. അപ്പോൾ അവിടെ 4ാമതായിട്ട് വീണ്ടും ഞാൻ വന്നിരുന്നു. എൻ്റെ മുന്നേ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ലേബർ കാറ്റഗറിയിലുള്ള ആൾക്കാരെല്ലാം അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഒരാൾ അറ്റൻഡ് ചെയ്തിട്ട് വെളിയിലിറങ്ങിക്കഴിഞ്ഞപ്പോൾ ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന ബോർഡിലെ ഗ്രൂപ്പിലെ ഒരു വ്യക്തി ഇറങ്ങി വന്നേച്ചും ബാക്കി 2 പേരോട് ചോദിച്ചു, നിങ്ങൾ ഇന്നലെ ഇൻ്റർവ്യൂവിന് വന്ന ആൾക്കാരല്ലേന്ന് ചോദിച്ചു. അവരതേന്ന് പറഞ്ഞു. നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. അതിനുശേഷം ഈ പുള്ളിക്കാരൻ ഇമ്മീഡിയറ്റ് ആയിട്ട് അകത്ത് കയറിപ്പോയി. എന്നിട്ട് അദ്ദേഹം ഗ്ലാസ്സിൽ നോക്കിക്കൊണ്ട് എന്നോട് പറഞ്ഞു, വരാൻ പറഞ്ഞു. ഞാൻ ഉടനെ തന്നെ അകത്ത് കയറി എൻ്റെ CV എല്ലാം ഞാൻ കൊടുത്തു. അതിനുശേഷം ഇവരെൻ്റെ അടുത്ത് അവിടുത്തെ എക്സ്പീരിയൻസ് കാര്യങ്ങളെല്ലാം ചോദിച്ചു. അതെല്ലാം അവിടെ സർട്ടിഫിക്കറ്റായിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം. അതിനുശേഷം ഇവരെന്നോട് പറഞ്ഞു, ഞങ്ങൾ നിന്നെ പറ്റി നമ്മുടെ കമ്പനിയെ പറ്റി ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ എന്നോട് പറഞ്ഞു, ഇത് ഞങ്ങളുടെ പ്രൊസീജിയറാണ്. ഒരു ഡ്രോയിങ് എടുത്തിട്ടു. എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറഞ്ഞു. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അത് പറഞ്ഞതിന് ശേഷം അവരെന്നോട് വേറെ ഒന്നും പറഞ്ഞില്ല. ഉടനെ തന്നെ ഈ മെയിൻ ഇൻ്റർവ്യൂ ചെയ്യുന്ന വ്യക്തി അവരുടെ ഗ്രൂപ്പിലുള്ള അടുത്ത വ്യക്തിയോട് പറഞ്ഞു, ഇവൻ്റെ എല്ലാ സാധനങ്ങളും പാസ്പോർട്ടും സർട്ടിഫിക്കറ്റ്സും എല്ലാം ഇമ്മീഡിയറ്റ്ലി സ്കാൻ ചെയ്ത് മോസ്കോയ്ക്ക് അയക്കാൻ പറഞ്ഞു. അദ്ദേഹം ഉടനെ തന്നെ മോസ്കോയിലേക്ക് ഈ സംഭവങ്ങളെല്ലാം അയച്ചു. പ്രിയപ്പെട്ട സഹോദര, ഞാൻ എന്നിട്ട് എന്നോട് അവർ സെലക്ഷൻ ആയെന്ന് ഒന്നും പറഞ്ഞില്ല. ഞാൻ നേരെ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് വെളിയിൽ പോയി ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് കൈ കഴുകിയപ്പോൾ എനിക്ക് കോള് വന്നു, കം ഇമ്മീഡിയറ്റ്ലി. ഞാൻ ഉടനെ തന്നെ തിരിച്ച് അവരുടെ ഓഫീസിലോട്ട് നേരെ ചെന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു, 2 ചോദ്യങ്ങൾ കൂടി ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരി ചോദിച്ചോളാൻ പറഞ്ഞു. ഒന്ന്, എൻ്റെ യൂണിഫോമിൻ്റെ സൈസ് എത്രയാണെന്ന്. അപ്പം ഞാൻ ഉടനെ പറഞ്ഞു, എൻ്റെ സൈസ് ഇത്രയാണ്. നെക്സ്റ്റ് ചോദ്യം, എൻ്റെ ഷൂവിൻ്റെ സൈസ് എത്രയാണ്. ഞാൻ സൈസ് പറഞ്ഞു. എൻ്റെ അടുത്ത് പറഞ്ഞു, നീ പൊക്കോളാൻ പറഞ്ഞു. ഈ യൂണിഫോമിൻ്റെ സൈസ് ചോദിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിൽ ക്ലിക്കായത് ഞാൻ സെലക്ഷനായി എന്ന്. എന്നിട്ട് അവരെന്നോട് പറഞ്ഞില്ല സെലക്ഷനായെന്ന്. അതിനുശേഷം ഇത് പറഞ്ഞതിന് ശേഷം അദ്ദേഹം കമ്പ്യൂട്ടർ എടുത്ത് അദ്ദേഹം പ്രിൻ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം കാണിച്ചു എന്നെ. എന്നിട്ട് എൻ്റെ അടുത്ത് പറയുക, ദേ ഇപ്പോൾ മെയിൽ വന്നു, ഏതാണ്ട് ഒരു 1/2 മണിക്കൂറേ ആയുള്ളൂ, യു ആർ സെലക്റ്റഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഞാൻ നിങ്ങളോട് പറയുകയാണ്, സങ്കീർത്തന പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് വചനം പറയുന്നുണ്ട്, ഹൃദയം നുറുങ്ങി കർത്താവിനെ വിളിച്ചപേക്ഷിച്ചാൽ കർത്താവ് ആ വിളി കേൾക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, രക്ഷിക്കാനാവാത്തവണ്ണം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, നിന്റെ പ്രാർത്ഥന കേൾക്കാനാവാത്തവണ്ണം കർത്താവിൻ്റെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുന്നവരോടുകൂടി അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടായിരിക്കും. അങ്ങനെ ഞാൻ അവിടുന്ന് വെളിയിലിറങ്ങി. എന്നാൽ അങ്ങനെ സെലക്ഷനായി വെളിയിലിറങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ പോയി ഊണൊക്കെ കഴിച്ചിട്ട് വരാൻ പറഞ്ഞു. ഞാൻ ഊണ് കഴിച്ചിട്ട് തിരിച്ചും അവരുടെ മെയിൻ ഗേറ്റിലേക്ക് കടന്നു വന്നപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഫോണിൽ കൂടി ബൈ ഫോൺ റിങ് ചെയ്തു, ഫോണിൽ കൂടി ചോദിച്ചു, ആർ യു റെഡി ഫോർ മെഡിക്കൽ? ഞാൻ പറഞ്ഞു, ഐ ആം റെഡി ഫോർ മെഡിക്കൽ. എൻ്റെ കയ്യിൽ 5,000 റുപ്പീസുമായിട്ടാണ് ഞാൻ അന്ന് പോയത്. പക്ഷേ എല്ലാം ചിലവായി 3,000 രൂപയേ ഉള്ളൂ. ആക്ച്വലി 4,800 രൂപ മെഡിക്കലിന് വേണം. ഞാൻ ഉടനെ തന്നെ പറഞ്ഞു, ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു. എൻ്റെ ഒരു അങ്കിളിനെ ഞാൻ ബൈ ഫോണിൽ വിളിച്ചു, ഇന്ന നമ്പറിലോട്ട്
പൈസ അയച്ചു കൊടുക്കാമെന്ന് ചോദിച്ചു. അദ്ദേഹം ഒരു 20 മിനിറ്റിനകത്ത് ആ പൈസ അയച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു, ഞാൻ വൈകിട്ട് വരുമ്പോൾ തന്നോളാമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഏതാണ്ട് 3 മണിയായപ്പോൾ ഇൻ്റർവ്യൂ ചെയ്ത് 1 മണിയായപ്പോൾ സെലക്ഷനായ ഞാൻ 3 മണിക്ക് മെഡിക്കൽ എടുക്കുന്നു. 4:15 ഞാൻ അവിടുന്ന് വെളിയിലിറങ്ങുന്നു. എന്നതിന് ശേഷം ഞാൻ ചെയ്ത പരിപാടി, എൻ്റെ മൊബൈൽ ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തു. കാരണം ഞാൻ അന്ന് തീരുമാനമെടുത്തു, ഇത് ഞാൻ ആരോടെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ആദ്യം കൃപാസനത്തിൽ വന്ന് ഇവിടെ വന്ന് മാതാവിൻ്റെ സന്നിധാനത്തിൽ നന്ദി പറഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ആരോടും പറയൂ. ദാറ്റ് വാസ് മൈ ഡിസിഷൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇവിടെ വന്നു, മുട്ടുമ്മേ നിന്നു, എൻ്റെ കണ്ണിൽ നിന്ന് ധാരധാരയായി വെള്ളമൊഴുകി. ഞാൻ അതിനുശേഷം എൻ്റെ വീട്ടിലേക്ക് തിരിച്ചുപോയി. ഞാൻ മൊബൈൽ സ്വിച്ച് ഓൺ ചെയ്തില്ല. ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്ന് ഏതാണ്ട് 8:30 ആയപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നു. അവിടെ ചെന്നതിന് ശേഷം എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചു, എന്തായി പോയ കാര്യം? ഞാനൊന്നും വേണ്ടിയില്ല. മക്കളെ വിട്ടു പുള്ളിക്കാരത്തി ഈ കാര്യം അറിയാൻ. മക്കൾ എന്നോട് വന്ന് ചോദിച്ചു, എന്തായി പപ്പ പോയിട്ട് എന്ന് ചോദിച്ചു. ഞാനൊന്നും വേണ്ടിയില്ല. ഞാൻ ഇമ്മീഡിയറ്റ്ലി എൻ്റെ ഡ്രസ്സെല്ലാം മാറി ഞാൻ പോയി കുളിച്ച് ഫ്രഷായി വന്നു. നമുക്ക് സന്ധ്യാപ്രാർത്ഥന നമുക്ക് നടത്താമെന്ന് പറഞ്ഞു. പ്രാർത്ഥന നടത്തി. കൃപാസനത്തിലെ പ്രാർത്ഥനകളെല്ലാം ചൊല്ലി സ്തുതിയെല്ലാം കൊടുത്ത് ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, പോയ കാര്യം ഓക്കെ ആയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരൊന്ന് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അത്ഭുതങ്ങൾ പിന്നെ ഞാൻ കണ്ടു. ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് അത്ഭുതങ്ങളെ ഞാൻ കണ്ടു. അതൊന്നും എലാബറേറ്റ് ചെയ്ത് പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ അങ്ങനെ മെഡിക്കലെല്ലാം കഴിഞ്ഞ് ഇവിടെ വന്നു. സെക്കൻഡ് ഡേ ഈവനിങ്ങിൽ മെയിൽ അവർ നേരെ കൊടുത്തു, മെഡിക്കൽ ഓക്കെയാണ്. അതിനുശേഷം പ്രിയപ്പെട്ടവരെ എന്നോട് പറഞ്ഞു, അവിടുന്ന് വിളിച്ചു പറഞ്ഞു, മേ ബി യുവർ ഫ്ലൈറ്റ് വിൽ ബി ഓൺ 15th of this month എന്ന് പറഞ്ഞു. ഈ മാസം 15-ാം തീയതി നിൻ്റെ ടിക്കറ്റ് ആയിരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആയിക്കൊള്ളട്ടെ. ഞാൻ എല്ലാ ദിവസവും എൻ്റെ ദൈവബലിയിൽ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. എൻ്റെ ഇടവക ദേവാലയത്തിൽ പോകും. എൻ്റെ അടുത്തുള്ള ഒരു മിഖായേൽ മാലാഖയുടെ ദേവാലയത്തിൽ പോകും. എല്ലാ ദിവസവും ഇവിടുത്തെ പ്രാർത്ഥനകളെല്ലാം ചെയ്യും. ഒപ്പം തന്നെ ഞാൻ ചില ചില്ലറ പ്രവർത്തനങ്ങളും കൂടെ ചെയ്തു. എൻ്റെ ഒരു ഗ്രാമപ്രദേശമായതുകൊണ്ട് ഞാൻ അവിടുത്തെ ചായക്കടയിൽ രാവിലെ വന്ന് ചായ കുടിക്കുന്ന 10 പേർക്ക് 10-12 പേർക്ക് 10 ദിവസത്തേക്ക് ഫ്രീ ആയിട്ട് ചായ കൊടുത്തേക്കാൻ പറഞ്ഞു. ഞാൻ ഓൾറെഡി പൈസ അവിടെ കൊടുത്തേക്കാൻ പറഞ്ഞു. ബുക്കുകളും എല്ലാം ഞാൻ പേപ്പറെല്ലാം കൊണ്ടുവന്ന് പല വീടുകളിലും കൊണ്ടുവന്ന് ഞാൻ കൊടുക്കുന്നു. ഒപ്പം തന്നെ ഞാൻ കർത്താവിൻ്റെ വചനം പങ്കുവയ്ക്കാൻ തുടങ്ങി. അങ്ങനെ പല കാര്യങ്ങൾ ചെയ്ത് പല അത്ഭുതങ്ങൾ കഴിഞ്ഞു. പ്രിയപ്പെട്ട സഹോദര സഹോദരി, കർത്താവിൻ്റെ നാമത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇന്നലെ വൈകുന്നേരത്ത് എൻ്റെ വിസ അപ്രൂവലായി എനിക്ക് എൻ്റെ മൊബൈൽ മെസ്സേജ് വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദര സഹോദരി, അവരെന്നോട് പറഞ്ഞതൊരു കാര്യമാണ്, വിത്തിൻ 5 days നിൻ്റെ ടിക്കറ്റ് റെഡി ആയിരിക്കും, നിനക്ക് പോകാൻ എല്ലാ കാര്യവും ഓക്കെ ആയിരിക്കും. ഞാൻ ഒരു തെളിവ് വേണമെന്ന് വിചാരിച്ചാണ് ഇത്രയും ദിവസവും വെയിറ്റ് ചെയ്തത് ഇവിടെ വരാൻ, സാക്ഷ്യപ്പെടുത്താൻ. കാരണം ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ നിൻ്റെ വിസ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ എനിക്ക് പൊക്കി കാണിക്കാൻ ഒന്നുമില്ല. എൻ്റെ മൊബൈൽ വിസ ഗ്രൂപ്പ് വിസയിൽ 19ാമത്തെ നമ്പറിൽ കോര മാർട്ടിൻ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഒരു കാര്യവും കൂടെ ഞാൻ പറയാം. ഈ സീനിയർ പോസ്റ്റിലേക്ക് കേരളത്തിൽ നിന്ന് ഒറ്റ വ്യക്തി മാത്രമേ റിക്രൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ, സെലക്ഷൻ ആക്കപ്പെട്ടിട്ടുള്ളൂ. അത് ഈ എളിയവനായ ഞാൻ മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. നല്ല പാക്കേജ് $, സാലറിയിൽ എനിക്കവിടെ ജോലി ചെയ്യാൻ പറ്റും. ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് പ്രിയപ്പെട്ടവരെ, ഞാൻ അവിടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ നാമത്തെ മുറുകെ പിടിക്കാനും കർത്താവിൻ്റെ വചനങ്ങളുടെ ധൈര്യത്തിൽ എനിക്കവിടെ ജോലി ചെയ്യുവാനുമുള്ള കൃപ, ആ കൃപയ്ക്ക് വേണ്ടി നിങ്ങളും എളിയവനായി എനിക്ക് വേണ്ടി നിങ്ങളുടെ പേഴ്സണൽ പ്രയറിൽ പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിർത്തുകയാണ്. ഇവിടെ വന്നതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ
കെട്ടിക്കിടന്ന പ്രശ്നങ്ങളെല്ലാം ഒന്നൊന്നായിട്ട് മാറ്റപ്പെട്ടത്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഞാൻ നിങ്ങളോട് തുറന്ന് പറയുകയാണ്, ഈ കൃപാസനം കർത്താവ് കടന്നു വരുന്ന, കർത്താവിനെ കണ്ടുമുട്ടുവാൻ, കർത്താവിനെ രുചിച്ചറിയാൻ പറ്റുന്ന ഒരു വേദിയാണ്. വിശ്വസിക്കുക, നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ കർത്താവ് പ്രവർത്തിക്കും. ഞാൻ നിർത്തുകയാണ്. ഒപ്പം തന്നെ ഇതിൻ്റെ ഡയറക്ടർ അച്ഛന്മാരോടും ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷനിലെ എല്ലാ വ്യക്തികളോടും ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ മക്കളോടും ഇവിടുത്തെ സിസ്റ്റേഴ്സിനോടും എല്ലാം വളരെയേറെ നന്ദി പറയുന്നു. അതിനേക്കാൾ ഉപരി നമുക്ക് വേണ്ടി മധ്യസ്ഥം തിരുകുമാരൻ്റെ സന്നിധാനത്തിൽ പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മയോട് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. ഞാൻ ഈ അവസരത്തിൽ കൃപാസനത്തിൽ ഉപവിഷ്ടയായ മാതാവിന് നന്ദി പറയുകയാണ്. ഒപ്പം എൻ്റെ തിരുകുമാരനോടും പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ ഈ സാക്ഷ്യം ഒരു സമർപ്പണമായി ഞാൻ സമർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സാക്ഷ്യമായിരുന്നു മാർട്ടിൻ ഇവിടെ നമുക്ക് വേണ്ടി സമർപ്പിച്ചത്. മാർട്ടിൻ്റെ സാക്ഷ്യത്തിലൂടെ നമ്മൾ തിരിച്ചറിയുന്ന ഒരു സത്യം, മനുഷ്യൻ്റെ കഴിവും പ്രായവും ദിവസവും ഒന്നും പരിശുദ്ധ അമ്മയ്ക്ക് ഒന്നുമല്ല എന്ന് വളരെ വ്യക്തതയോടുകൂടെ നമ്മൾ തിരിച്ചറിയുകയായിരുന്നു. മനുഷ്യൻ്റെ കഴിവ് വളരെ നിസ്സാരമായി നിൽക്കുന്ന സാഹചര്യത്തിൽ, പ്രായം വളരെ വലിയ വെല്ലുവിളിയായിട്ട് നിൽക്കുന്ന സമയത്ത് അമ്മയുടെ കൃപ കൊണ്ട് ഒത്തിരി അനുഗ്രഹങ്ങളിലൂടെ കടന്നു പോകാൻ സാധിച്ച ഒരു വ്യക്തിയാണ് മാർട്ടിൻ. മാർട്ടിൻ്റെ സാക്ഷ്യത്തിനും വാക്കുകൾക്കും എത്രമാത്രം ശക്തിയുണ്ടെന്നും എത്രമാത്രം പരിശുദ്ധ അമ്മയോട് പ്രത്യേകമായിട്ട് ഉടമ്പടിയെടുത്ത് കൃപാസനം അമ്മയോട് ചേർന്ന് നിന്നുവെന്ന് നമ്മൾ തിരിച്ചറിയുകയായിരുന്നു. ഈ സാക്ഷ്യത്തിലൂടെ ഒരിക്കലും തനിക്ക് ലഭിക്കില്ല എന്ന്, തൻ്റെ കഴിവുകൊണ്ട് ഒരിക്കലും തനിക്ക് ലഭിക്കാൻ സാധ്യതയില്ലാത്ത ഒരു ജോലി തൻ്റെ ഈ പ്രായം കഴിഞ്ഞ സമയത്ത് കൃപാസന മാതാവിലൂടെ ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മയുടെ കൃപയിലൂടെ ലഭിച്ച മാർട്ടിനെ ഓർത്ത് നമുക്ക് പരിശുദ്ധ അമ്മയിലൂടെ സ്വർഗസ്വനായ പിതാവിന് നമ്മുടെ കരങ്ങളെല്ലാം അടിച്ചുകൊണ്ട് കൃതജ്ഞത